അദ്ദേഹത്തിന്റെ മക്കളും ബാർബറായി, അവരുടെ മക്കളും ബാർബറായി മാറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ എല്ലാ ഫീൽഡിലും കർഷകരുടെ മക്കൾ കർഷകരായിക്കൊണ്ട് തന്നെ തുടരും. അതുപോലെ ഈ കൊട്ടയും പാത്രമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ അവരങ്ങനെ കൊശവന്മാരായിട്ട് അങ്ങനെ തുടരും. ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി തുടങ്ങി. ഇപ്പോ ബാർബർമാരുടെ മക്കള് അവരുടെ ചിന്ത അവർ മാറ്റുകയും ആ മാറ്റത്തിലൂടെ ഇപ്പൊ ബാർബറായി തന്നെ തുടരുകയാണെങ്കിലും അദ്ദേഹം കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് ഒരു ബ്യൂട്ടി പാർലർ എന്ന ഒരു കൺസെപ്റ്റിലേക്കൊക്കെ അതിനെത്തിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടും ആ കുട്ടികളൊക്കെ മാറാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും മാറ്റം വരാനുണ്ടായ പ്രധാന കാരണം മനുഷ്യന്റെ ചിന്ത മാറ്റി എന്നുള്ളതാണ്. അപ്പൊ ആ ചിന്തക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിലും മാറ്റമുണ്ടാകും. ആ മാറ്റത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ക്യാമ്പ് കൊണ്ട് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നവരെ നമ്മൾ ക്ഷണിക്കുന്നത്. ഞാൻ ക്യാമ്പിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഫാസ് അക്കാഡമി കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിനെ ഫാസ് CIT കോംപ്രഹെൻസീവ് ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത്. അതായത് ഒരു വ്യക്തിയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതിന്റെ ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ആദ്യമായിട്ട് ഡേ 1 ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്സിലൂടെ നമ്മൾ നൽകുന്നത് ഒരു ട്രഷർ എന്നുള്ളതാണ് അതിന്റെ ഒരു ടോപ്പിക് ആയിട്ട് നൽകിയിട്ടുള്ളത്. ഒരു നിധി, ആ നിധിയിലേക്ക് ആളുകളെ, നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ എത്തിക്കുക എന്നുള്ളതാണ്. ആ നിധിയിൽ നിന്ന് യഥാർത്ഥ നാഥനിലേക്ക്, അതായത് തൻ്റെ രക്ഷിതാവിനെ അറിയുക എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ആദ്യ ദിവസത്തെ ഫസ്റ്റ് ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഡേ, ഈ പഠനത്തിലൂടെ ഒരു സൂറത്ത് കുട്ടികൾ അർത്ഥമറിഞ്ഞുകൊണ്ടും അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും അതോടൊപ്പം തന്നെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാനും അതിലുപരിയായിട്ട് ആ ഒരു സൂറത്ത് ഹിഫ്ളാക്കാൻ, മനഃപ്പാടമാക്കാനും ഇതിലൂടെ ഈ ഒരു 10 ദിവസം കൊണ്ട് പരിശ്രമിക്കുന്നുണ്ട്. ഈ സൂറത്തിന്റെ ക്ലാസ്സുകൾ 3 ക്ലാസ്സുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനെ 3 ഭാഗങ്ങളാക്കിയിട്ട് ഓരോ ക്ലാസ്സിലും അതിൻ്റെ വിശദീകരണവും അതിൻ്റെ അവതരണവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ഡേ 3 ദ മിറാക്കിൾ. ദ മിറാക്കിൾ എന്നാണ് ആ ഒരു ചാപ്റ്ററിന് പേര് നൽകിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ തിരിച്ചറിയാതെ പോകുന്ന അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മിറാക്കിളിനെ തന്നെയാണ് ആ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് കുറച്ച് സീക്രട്ടാണ്, അതുകൊണ്ട് അത്രയും എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സർവ്വവിധ മാറ്റത്തിനും കാരണമാകുന്ന ഒരു മിറാക്കിളാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതൊരു മിറാക്കിളാണ്. അത് കാരണം ജീവിതത്തിൽ വലിയ മിറാക്കിളുകൾ ഉണ്ടാകും
എന്നുള്ളത് പലപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കാതെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സംഗതിയിലേക്ക് നമ്മുടെ സ്റ്റുഡൻസിനെ എത്തിക്കും. 4ാമത്തെ ദിവസം ദ സോൾ ഓഫ് പ്രയർ. സോൾ എന്ന് പറഞ്ഞ ആത്മാവാണ്. അപ്പോൾ ഇവിടെ നമസ്കാരത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നമസ്കരിക്കാറുണ്ട്, എന്നാൽ കൃത്യമായി ആ നമസ്കാരം എങ്ങനെ നമുക്ക് നിർവഹിക്കാം, അതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, എന്താണ് നമസ്കാരം, എന്തിനാണ് നമസ്കാരം, എങ്ങനെയാണ് നമസ്കാരം എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു ക്ലാസ്സിലൂടെ നൽകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂറ അൽ മആരിജ് ആണ് നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുന്നത്. ആ മആരിജ് റിപ്പീറ്റ് ചെയ്യും. 3 ദിവസമാണ്. ഇതിപ്പോ ഡേ 5ലും അത് തന്നെയാണ് വരിക. ഇങ്ങനെ 5 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞാൽ ഒരു ഇവാലുവേഷൻ ആണ്. എങ്ങനെ ക്ലാസ് കൊണ്ട് എന്തൊക്കെ നേടിയിട്ടുണ്ട്, പഠിക്കേണ്ട കാര്യങ്ങൾ എവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് അടുത്തൊരു ഡേയിൽ ഇവാലുവേറ്റ് ചെയ്യും. ഇനി ഡേ 6 ആണ് ദ ജേണി എൻഡ്സ്, അല്ലെ, യാത്ര അവസാനിക്കുകയാണ്. യാത്ര അവസാനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് മരണം നമ്മുടെ ജീവിതത്തിലൊക്കെ നിർബന്ധമായും സംഭവിക്കുന്ന ഒന്നാണ്. അതിനെക്കുറിച്ചുള്ള ഒരു മനസ്സിലാക്കൽ ആണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അടുത്ത ഡേയിൽ വരുന്നത് ഫ്യൂണറൽ പ്രെയർ ആണ്. ഇപ്പോ മരണം എപ്പോഴും സംഭവിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇത് സംഭവിച്ചാൽ ഒരുപക്ഷെ അതിന് നേതൃത്വം നൽകേണ്ട ആളായിട്ട് നമ്മൾ മാറുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഇപ്പോ ഈ അടുത്ത് സംഭവിച്ച ഒന്നാണ്, ഒരു മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി ഏറ്റവും അടുത്ത ബന്ധു എന്നുള്ള നിലക്ക് ആളെ വിളിച്ചപ്പോ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയും അതിന് തയ്യാറാകാതിരിക്കുകയും ചെയ്തു. ഇങ്ങനെ പല അനുഭവങ്ങൾ പറയാറുണ്ട്. ഒരാള് ഒരു മയ്യത്ത് നമസ്കാരത്തിന്റെ സമയത്ത് നമസ്കാരത്തിന് ഇമാമ് നിൽക്കേണ്ട ആളെ കാണുന്നില്ല. അങ്ങനെ അദ്ദേഹത്തെ തെരഞ്ഞു നോക്കുമ്പോൾ പള്ളിയിലെ ഒരു ബാത്റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് അതിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന അറിയില്ല എന്ന്. ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളിലുമുള്ള ഒരു അവസ്ഥയാണ്. അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഫ്യൂണറൽ പ്രെയർ കൃത്യമായിട്ട് നമ്മൾ ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഡേ 7 ആണ്. ദെൻ ഡേ 6, അതിൽ 1 ആണ് വന്നിട്ടുള്ളത്, അല്ലെ. ദ പ്യൂരിറ്റി ഓഫ് വെൽത്ത്. വെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ ധനം, സമ്പത്തിന്റെ പ്യൂരിറ്റി, അതായത് സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് അന്നുണ്ടാവുക. അടുത്തത് ഡേ 8 ആണ്. ഡേ 8ൽ വരുന്നത് സൂറൽ മആരിജ്. മആരിജിന്റെ 3ാമത്തെ ക്ലാസ് ആണ് ഇവിടെ വരുന്നത്. ലാസ്റ്റ് ഡേയിൽ വരുന്നത് ഇസ്ലാമിക് പേഴ്സണാലിറ്റി. ഒരു ഇസ്ലാമിക വ്യക്തി എങ്ങനെയായിരിക്കണം, ഇസ്ലാമിക് വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു ചാപ്റ്ററിലൂടെ, ആ ഒരു ഡേയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു ഇവാലുവേഷൻ ഉണ്ടാവും, ഒരു മൂല്യനിർണ്ണയം. എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ കുട്ടി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അറിയുന്ന ഒന്നാണ്. ഇങ്ങനെയാണ് ഇതിലെ ചാപ്റ്ററുകൾ ഓരോ ദിവസവുമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മൊത്തത്തിൽ ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് റീഡിംഗ് സ്കില്ലാണ്. പൊതുവെ വായന മരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ മൊബൈലിന്റെ ഒക്കെ ഉപയോഗം അത്രമാത്രം വായനയെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇവിടെ വായനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. കേൾക്കുന്നതും, പ്രസംഗങ്ങൾ കേൾക്കുന്നതിൽ നിന്നും അതല്ലെങ്കിൽ വീഡിയോകൾ കാണുന്നതിൽ നിന്നുമൊക്കെ ഒരു വ്യത്യസ്ത അനുഭവമാണ് യഥാർത്ഥത്തിൽ വായന എന്നുള്ളത്. വായന ശരിക്കും നമ്മൾ ഫീൽ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോ നമ്മൾ വ്യത്യസ്ത പുസ്തകങ്ങളിൽ നിന്ന് അതിലെ പ്രധാന ചില ഭാഗങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് ആ പുസ്തകം വായിക്കാൻ ഒരു ത്വരയുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇസ്ലാമിക വായനയും നോവലുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റീഡിംഗ് സ്കില്ല് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നമ്മൾ ഇതിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാപ്പിനെസ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹാപ്പിനെസ്. അപ്പൊ ഈ ഹാപ്പിനെസ്, സന്തോഷം നിലനിർത്താനുള്ള മെഡിറ്റേഷനിലൂടെ ആ മെഡിറ്റേഷൻ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനും
നമ്മൾ ഇൻഷാല്ല ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊന്ന് അബിലിറ്റി ടു കൺട്രോൾ സ്ട്രെസ് ആൻഡ് ഇമോഷൻ. സ്ട്രെസ്സിനെയും ഇമോഷനുകളെയും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക, അതിനെ നിയന്ത്രിക്കുക എങ്ങനെ എന്നുള്ളത് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധ, ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ലഭിക്കാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് നമസ്കാരത്തിലൊക്കെ തന്നെ, നമസ്കാരത്തിന് തക്ബീർ ഇട്ട് കഴിഞ്ഞാൽ ഇമാമ് വലല്ലാലി എന്ന് പറയുമ്പോഴാണ് ഞാൻ നിസ്കരിക്കുകയാണല്ലോ എന്നുള്ള ബോധം പലർക്കും ഉണ്ടാവുക. അപ്പോ ഈ ഒരു മൈൻഡ്ഫുൾനെസ് എങ്ങനെ നേടിയെടുക്കാം, അതിനെന്തെല്ലാം പ്രാക്ടീസുകൾ ചെയ്യാം എന്നുള്ളത് കൂടെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാല്ല ഇത്രയുമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ആശങ്കകളോ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മുടെ ക്ലാസ് 2 സമയങ്ങളിലാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ രാവിലെ മാത്രമാണ് ക്ലാസ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ രാവിലത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ രാവിലെ കുറച്ച് സമയം നമ്മൾ ഫ്രീ ഉള്ള ഒരു സമയം കൂടെയാണ്. പക്ഷേ അബ്രോഡിലുള്ള പുറത്തുള്ള പല സ്റ്റുഡൻസിനും ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5:30 ഒക്കെ ആണ് അവിടെ ആവുക. അപ്പൊ ആ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള ഒരു കാര്യമായതുകൊണ്ട് അവരുടെ ഒക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഈവനിങ്ങിൽ നമ്മളൊരു ബാച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈവനിങ് ബാച്ചിന് കുറച്ച് പൈസ കൂടുതലാണ്. നമ്മൾ ഈ ഒരു കോഴ്സിന് ആകെ ഫീ ആയിട്ട് വാങ്ങുന്നത് 250 രൂപ മാത്രമാണ്. ഈ 250 രൂപ ഫീസ് അടച്ച ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഈവനിങ് ബാച്ചിലേക്ക് വരുമ്പോൾ 450 രൂപയാണ് ആ ഒരു ബാച്ചിന് ഫീ വരുന്നത്. ഈവനിങ് ബാച്ച് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിച്ചൊന്നല്ല, നിർബന്ധപൂർവ്വം നടത്തണം എന്നുള്ളത് കൊണ്ടാണ് അതിൽ ഫീയിലും ചെറിയൊരു മാറ്റമുള്ളത്. അപ്പൊ ഇൻഷാല്ല ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 15-ാം തീയതി രാവിലെ 7 മണിക്കാണ് നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. നിങ്ങൾ തിരക്കിലാണെന്ന് അറിയാം. ഇൻഷാല്ല അതിനുശേഷം നമ്മൾ അവസാനിപ്പിക്കാം. ടൈപ്പ് ചെയ്ത് ചോദിച്ചാലും മതി. ഓക്കെ, പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അഡ്മിൻസിനോട് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. ചാറ്റ് ചെയ്തുകൊണ്ട് ചോദിക്കാം. ഒരു ദിവസത്തിനല്ല 250, 10 ദിവസത്തെ ഈ ഒരു കോഴ്സിന് മൊത്തത്തിൽ ഉള്ള ഫീ ആണ് 250. യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ ക്ലാസ്സിന് തന്നെ 250 രൂപ വാങ്ങാവുന്നതാണ്. പിന്നെ ഇപ്പോൾ കണക്കൂട്ടി വരുമ്പോൾ 25 രൂപയെ ഒരു ക്ലാസ്സിന് വരുന്നുള്ളൂ. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉപകാരപ്പെടും ഇൻഷാല്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളതും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതും. ഇനി കുട്ടികളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നൂടെ ആ ഒരു ശ്രമം, അതായത് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇൻഷാല്ല ഫസ്റ്റ് ക്ലാസ്സിലൂടെ തന്നെ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. രക്ഷിതാക്കളൊന്ന് ഫോളോ ചെയ്യുകയും ചെയ്യാം. എനിവേ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ അഡ്മിനോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഏതായാലും ഈ ഒരു തിരക്ക് പിടിച്ച സമയത്ത് ഇവിടെ ജോയിൻ ചെയ്തതിന് പ്രത്യേകം സന്തോഷം അറിയിക്കുകയാണ്. ഇനി ഇതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈവനിങ്ങിൽ ഒരു സെഷന് കൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിലോ കുടുംബത്തിലോ ആരെങ്കിലുമൊക്കെ ഇതിനോട് താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇൻഷാല്ല ഒരു ക്ലാസ് ഗ്രൂപ്പ് നമ്മൾ ഇന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യും, അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഇനി ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രൂപ്പിലാണ് വരിക. അപ്പോൾ ഫാസ് അക്കാഡമിയുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ നിലനിൽക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ജനറൽ ആയിട്ട് കുറച്ച് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറൽ ക്ലാസ്സുകളൊക്കെ ഈ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഈ ഗ്രൂപ്പിൽ വരും.
അപ്പൊ അതിന്റെ വിവരങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ആ ഗ്രൂപ്പിൽ നിങ്ങൾ നിലനിർത്തുക. അഡ്മിനുള്ള ഈ ഗ്രൂപ്പാണ്, അതിൽ മറ്റു മെസ്സേജുകളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, ഇൻഷാല്ല ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.